ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒന്നടങ്കം ക്രിസ്മസ് ആഘോഷിച്ചു. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹയസ്റ്റ് ആൻഡ് പീസ് ടു ദ പീപ്പിൾ ഓൺ എർത്ത്. അതെ, സമാധാനത്തിന്റെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. എന്നാൽ ഇന്ത്യയിൽ ആ ക്രിസ്മസ് സമാധാനപൂർവ്വം ആയിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് ആഘോഷിച്ച സാധാരണക്കാരെ ബജരംഗദൾ പ്രവർത്തകരും മറ്റ് തീവ്ര സംഘടനകളും തല്ലി ഓടിക്കുകയോ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്തു. ഇങ്ങ് കേരളത്തിൽ വരെ എത്തി. പാലക്കാട് ഒരു BJP നേതാവ് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എന്തിനാ അയാളെ സെലിബ്രിറ്റി ആക്കുന്നത്? നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിന്റെ ആവശ്യമില്ല. അതിനെപ്പറ്റി BJP നേതാക്കന്മാരുടെ പ്രതികരണമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. അവർ മദ്യപിച്ചിരുന്നെന്നും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ന്യായീകരിക്കുകയാണ്. എന്തൊരു വിവരദോഷമാണെന്ന് നോക്കണം. 12, 13 വയസ്സായ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ കരോൾ നടത്തുന്നതിനെ പറ്റി അവർ മദ്യപാനികളായിരുന്നു, മദ്യപിച്ചെന്നൊക്കെ പറയാന്ന് പറയാൻ വളരെ വളരെ മോശമാണ്. നമ്മുടെ ഷോൺ ജോർജ് പറഞ്ഞത് മാന്യമായിട്ട് ഡീസന്റ് ആയിട്ടൊക്കെ കരോൾ നടത്തിയതിന് അടികൊള്ളുമെന്നാണ്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പാവം, നായവേഷം കിട്ടിയ കുറച്ചല്ലേ വെക്കൂ. ഹിന്ദുത്വവാദികളുടെ കൂടെ പോയി ചേർന്ന് വേറെ ഒരു പോക്കടവും ഇല്ലാഞ്ഞിട്ടാ UDF, LDF എല്ലായിടത്തും ഒക്കെ ഓടി നടന്ന് പാവം PC ജോർജ് ഇപ്പോ BJPയിൽ എത്തി നിൽക്കുകയാണ്. ഇനി എങ്ങോട്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോ അപ്പന്റെ കൂടെ നിൽക്കുന്ന മകൻ അപ്പനെയും പാർട്ടിയൊക്കെ ന്യായീകരിച്ചല്ലേ വെക്കൂ. അദ്ദേഹം പറയട്ടെ, പാവം. അടികൊള്ളൊന്നും പറഞ്ഞു കളയരുത്. BJP അങ്ങ് കേന്ദ്രത്തിലാ. കേരളം ഭരിക്കാൻ വേറെ ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ക്രമസമാധാനം BJPയുടെ കയ്യിലല്ല. അതാ BJPക്കാരുടെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. തങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിലാണ് എന്നതിന്റെ പേരിൽ ഇവിടെ അങ്ങോട്ട് ശരിയാക്കിയേക്കാമെന്നൊരു കരുതലാണ്. അതും തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ സ്വന്തമായി കിട്ടിയതോടുകൂടി വോട്ടൊന്നും ആരുടെയും കുത്തുകയില്ലെന്ന് ഓർക്കുക. ജനം മാറി ചിന്തിക്കാൻ വലിയ സമയമൊന്നും വേണ്ട. തൃശ്ശൂർ പരീക്ഷണം ഏകദേശം പരാജയപ്പെട്ട രീതിയിലാണ്. ഇനിയിപ്പോ തിരുവനന്തപുരം അതിപ്പോ എത്ര കാലം ഉണ്ടാവുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒന്നും വേണ്ട, ഒരു കാരണം എടുക്കുക. മുത്തോലി കഴിഞ്ഞോടെ BJP ഒറ്റയ്ക്കാ ഭരിച്ചത്. ഇപ്പൊ 8 നിലയെ പൊട്ടി. കേരള കോൺഗ്രസ് M മുത്തോലി പഞ്ചായത്ത് പിടിച്ചെടുത്തു. അപ്പോ അധികാരവും ഭരണവും എക്കാലവും എന്നും കൂടെ ഉണ്ടാവുമെന്ന് ആരും കരുതി കളയരുത്. അത് കേന്ദ്രത്തിലാണെങ്കിൽ പോലും. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയേറെ അക്രമ സംഭവം ഉണ്ടാവുന്നത്? ഒരു സംശയവും വേണ്ട. ഏതാനും ദിവസങ്ങൾ മുമ്പ് നമ്മുടെ BJP ചീഫ് മോഹൻ ഭാഗവത് കൊൽക്കത്തയിൽ പ്രഖ്യാപിച്ചു, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, അതിന് ഞങ്ങൾക്ക് ഭരണഘടനയുടെ അംഗീകാരം ആവശ്യമില്ല, ഞങ്ങൾ അതിന് ശ്രമിക്കുന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഭരണഘടനാ പ്രകാരം ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെങ്കിൽ പോലും ഞങ്ങൾ ഹിന്ദു രാഷ്ട്രമാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആക്കാൻ പോകുന്നു. യഥോ രാജ തഥാ പ്രജ. ഈ വാക്കുകൾ ശ്രമിച്ച RSകാരും BJPക്കാരും മറ്റ് തീവ്ര സംഘടനകളും ബജരംഗദൾ പോലെയുള്ള തീവ്ര സംഘടനകളും വാക്കുകളങ്ങ് നടപ്പാക്കുക. ഭരണഘടനയുടെ ആവശ്യമില്ല, ഞങ്ങളങ്ങ് നടപ്പാക്കുക. എത്രയോ സംഭവങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറി മോശമായി പെരുമാറുന്ന ബജരംഗദൾ നമ്മൾ കണ്ടു. വീഡിയോ ഉണ്ട് ധാരാളം. സോഷ്യൽ മീഡിയയിൽ വൈറലാണ്, പലതും നെഗറ്റീവായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോ BJP അധികാരത്തിൽ ഇത് തന്നെയല്ലേ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ആണ് ഈ സംഭവങ്ങൾ നൽകുന്ന പാഠം. ജനം ഇത് കാണുന്നുണ്ട്. തീർച്ചയായും പ്രതികരണം ഉണ്ടാവും. എന്തായാലും ഒരു ഗുണം ഉണ്ടായി. ഈ 11 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഒരു ന്യൂനപക്ഷ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു. ഇന്നലെ ക്രിസ്മസ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ഏതോ വിശ്വസിക്കാൻ തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം ആഘോഷത്തിൽ പങ്കെടുക്കുകയല്ല വേണ്ടത്. ഇത്തരം സംഭവങ്ങളെ അപകൽപ്പിക്കുകയും ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് നൽകുകയുമാണ് വേണ്ടത്. അത് നൽകുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതാണ് നമ്മൾ കാണേണ്ട പാഠം. ആരോട് പറയാനാ? ഒരു കാര്യവുമില്ല. താങ്ക് യു.